ശ്രീമതി ഫാത്തിമ തഹലിയ കൂടി ടെലിഫോണിലുണ്ട്. ശ്രീമതി ഫാത്തിമ തഹലിയ, ഇതൊരു വിചിത്രമായ ആവശ്യമായി തന്നെയല്ലേ കാണേണ്ടത്? ഒരു വിഭാഗം ആളുകൾ ഉയർത്തിയ ഒരു പ്രശ്നം എന്നതിനപ്പുറത്ത് ഗൗരവമായി ഈ വിഷയത്തെ കാണേണ്ടതുണ്ടോ? പക്ഷേ ഇങ്ങനത്തെ വിഷയങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതുപോലെയുള്ള ആവശ്യങ്ങൾ പലപ്പോഴായിട്ട് പല ക്യാമ്പസുകളിൽ ഉയർന്നു വന്നതാണ്. അപ്പം ചില സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് അതത് കാരണങ്ങൾ പറഞ്ഞ് അത് അനുവദിക്കാത്ത സിറ്റുവേഷൻ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഒരു എന്താ പറയാ, ഒരു ഇസ്ലാമോഫോബിയ പ്രോമാക്സ് വേർഷൻ എന്നുള്ള രൂപത്തില് ഒരു ഇന്ധനമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ വെറീഡ് ആവുന്നത്. നിങ്ങൾ കേട്ടില്ലേ, നിർമ്മല കോളേജിലെ നിസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 80 മാധ്യമ പ്രവർത്തകന് MSF നേതാവ്, വിദ്യാർത്ഥി നേതാവ്, പൊതുപ്രവർത്തകയൊക്കെ ആയിട്ടുള്ള ഫാത്തിമ തഹ്ലിയയോട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞ ഉത്തരം നിങ്ങൾ കേട്ടില്ലേ? അവിടെയും ഇവിടെയും തൊടാതെ ലാസ്റ്റ് കൊണ്ടുവച്ചത് ഇസ്ലാമോഫോബിയ. അതായത് ആ നിർമ്മല കോളേജിൽ നടന്നതിനെ പോലും ഇസ്ലാമോഫോബിയ ഉയർത്തിപ്പിടിച്ച്, അതായത് ഇരവാദം ഉന്നയിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ കേട്ടാൽ ഇപ്പം ആളുകൾ പുച്ഛിച്ച് തള്ളില്ലേ? എന്ത് വിഷയം വന്നാലും യാതൊരു വിഷയമില്ലാതെ ഇതുപോലെ ഇസ്ലാമോഫോബിയ, ഇതൊക്കെ കേൾക്കുന്നവരെന്താ പൊട്ടന്മാരാണ് എന്നാണോ ഇവരൊക്കെ കരുതുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തോട് ചേർന്നുകൊണ്ട്, ഭരണഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട്, സമാധാനത്തോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ പോലും നാണം കെടുത്തുന്നതായിട്ടുള്ള പ്രസ്താവനയല്ലേ ഇപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഇതൊരു തെറ്റാണ്. ഈ നിർമ്മല കോളേജിൽ നടന്നിട്ടുള്ളത് തെറ്റാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട് തെറ്റ് സംഭവിച്ചു എന്ന് പറയേണ്ട സ്ഥലത്ത് കൊണ്ടുവച്ച് ഇസ്ലാമോഫോബിയ എന്ന് എന്തൊരു, ഇതൊക്കെ എങ്ങനെയാ ന്യായീകരിക്കാൻ തോന്നുന്നത്? ഒരു അവിടെയും ഇവിടെയും തൊടാതെ ലാസ്റ്റ് കൊണ്ടുവെക്കും ഇസ്ലാമോഫോബിയയിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്കിപ്പോൾ പുച്ഛമായി. എന്ത് വിഷയമുണ്ടെങ്കിലും ഇരവാദം, ആ ഇരവാദം ഉയർത്തി അങ്ങനെ പോവും. വെറുതെ അല്ല ഈ നിർമ്മല എംബസിലൊക്കെ നടന്നതുപോലെയുള്ള ആളുകൾ എന്തും ചെയ്തിട്ട് ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് അങ്ങ് പിന്തുണക്കുമല്ലോ എന്ത് ചെയ്താലും. യഥാർത്ഥത്തിൽ ഫാത്തിമ തഹ്ലിയക്ക ഈ ഒരു വിഷയത്തിൽ ഇവരെ തള്ളിപ്പറയുകയല്ല വേണ്ടത്. എന്നിട്ട് ആ വിദ്യാർത്ഥികളോട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? മറിച്ച് അതിനെ ന്യായീകരിച്ച് ഇസ്ലാമോഫോബിയ ഉയർത്തുന്നതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഈ ഫാത്തിമ തഹ്ലിയക്ക ഇന്നും ഇന്നലെയും ഒന്നുമല്ല. ഈ എന്ത് വിഷയം വന്നാലും ഇതുപോലെ വന്നിട്ട് ഇസ്ലാമോഫോബിയ, ഏത് ചാനൽ സെർച്ച് എടുത്തു നോക്കിയാലും കാണാം ഇസ്ലാമോഫോബിയ എന്ന്. ഇത് ഇല്ലാത്തൊരു സംഭവം തെറ്റ് ചെയ്താൽ അത് തെറ്റ് എന്ന് പറയണോ? അല്ലാതെ അവിടെയും വന്നിട്ട് അവരെയും ന്യായീകരിച്ച് ഇതൊക്കെ കേൾക്കുന്നവരെന്താ പൊട്ടന്മാരാണ് എന്നാണോ ഇവരൊക്കെ കരുതുന്നത്?